പല പ്ലാന്റേഷനിലും ഇപ്പോൾ തന്നെ വീട്ട് കില്ലർ കഴിഞ്ഞ കൊല്ലം അവർ കട്ടിംഗ് മെഷീനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഈ കൊല്ലം തന്നെ ഭയങ്കരമായിട്ട് ഈ ടോക്സിക് ആയിട്ടുള്ള വീട്ട് കില്ലേഴ്സ് അടിക്കുന്നത് ഗ്ലൈസെൽ, എനിക്ക് തോന്നുന്നത് ഗ്രമാക്സോൺ, ഫെർണോക്സിൻ എന്നെല്ലാം പറഞ്ഞ സാധനങ്ങൾ ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട്. നമ്മൾ ഈ കൃഷിക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതിനൊരു കൺട്രോൾ ഇതുവരെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു കാട് കിളുത്തുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. ഇത് അടിക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് വേംസ് അതുപോലത്തെ സാധനങ്ങൾ നശിക്കുകയും ഒരു മീറ്റിങ്ങുകളിൽ പോലും ഇന്ന് വരെ ഈ വീട്ട് കില്ലറിനെതിരായിട്ട് ആരും സംസാരിച്ച് കേട്ടിട്ടേ ഇല്ല. റബ്ബർ ബോർഡ് തന്നെ ഇത് കണ്ടമാനം പ്രൊമോട്ട് ചെയ്തു ഒരു കാലയളവിൽ. ഇപ്പോൾ ലേബർ ഷോർട്ടേജ് കാരണം വീട്ട് കില്ലർ അടിക്കാൻ പറഞ്ഞ് കണ്ടമാനം അവർ തന്നെ അടുപ്പിച്ചു. എനിക്കൊന്നൊരു പരിധി കഴിഞ്ഞ് ഇപ്പം തന്നെ പഞ്ചാബിലെ ഒരു കാര്യം, ഈ കൃഷി വിപ്ലവം അവിടെ നടന്നപ്പോൾ 1968 തൊട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് അവിടെ ഭയങ്കരമായിട്ട് വിപ്ലവം നടന്നു, കൃഷി കണ്ടമാനം പുരോഗമിച്ചു. പക്ഷേ പഞ്ചാബിൽ തന്നെ ഉള്ള വില്ലേജുകൾ മുഴുവൻ നശിച്ചെന്ന് പറഞ്ഞു. പരമ്പരാഗതമായിട്ടുള്ള കൃഷികൾ മാറിക്കഴിഞ്ഞിട്ട് ഈ കണ്ടമാനം ടോക്സിക് ആയിട്ടുള്ളതും രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ 9-ൽ ഒരാൾക്ക് വെച്ച് ക്യാൻസറും അതുപോലുള്ള ബാക്കിയുള്ള പ്രോബ്ലംസാണ്. അവരിപ്പോൾ അതിൽ നിന്ന് പിന്തിരിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയമെടുക്കും. പഴയ ഫെർട്ടിലിറ്റി വീണ്ടും തിരിച്ചു കിട്ടണമെങ്കിൽ ഇതിനൊക്കെ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഈ വീട്ട് കില്ലർ അടിക്കാൻ രാസവളം ഉപയോഗിക്കാതിരിക്കാൻ പറ്റിയൊരു പരിധി വരെ. പക്ഷേ ഈ വീട്ട് കില്ലേഴ്സ് നമുക്ക് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ നിരോധിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കൊരു സജഷൻ, എല്ലാവരും ഇത് അടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടമാനം ഇപ്പോൾ വരുമ്പോൾ തന്നെ പല തോട്ടങ്ങളിലുണ്ട്. പക്ഷേ ചിലരെല്ലാം കണ്ടമാനം എതിർക്കുന്നുണ്ട് ഇതിനെ അടിക്കുന്നതിനെതിരായിട്ട്. ഞങ്ങളവിടെയൊക്കെ ഈ പൈനാപ്പിളിനെല്ലാം അടിക്കുന്നതിന് കണ്ടമാനം എതിർക്കുന്നുണ്ട് ആൾക്കാർ. അത് ജയിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ തോട്ടത്തിന് താഴെ തന്നെ ഇത് കൃഷി ചെയ്യുന്നിടത്തിൽ ആൾക്കാർ പോയി ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ റൗണ്ടപ്പ് എന്നെല്ലാം പറഞ്ഞ് ഇറക്കുന്ന സാധനങ്ങൾ ഗ്ലൈസൽ എന്ന് പറഞ്ഞ സാധനമാണ് ശരിക്കും പറഞ്ഞത്. റൗണ്ടപ്പ് ഉള്ള സേഫാന്ന് പറഞ്ഞ് പാംലെറ്റ് അടിച്ചിറക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് വായിച്ച് നോക്കിയാൽ അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ബാൻ ചെയ്ത സാധനമാണ്, ഗ്ലൈസൽ എന്ന് പറഞ്ഞ സാധനമാണ്. അതേയുള്ള എനിക്ക് സജഷൻ പറയാനുള്ള. പിന്നെ ഈ പറഞ്ഞ കൃഷിരീതികളെല്ലാം എനിക്ക് നന്നായിട്ട് തോന്നി. ഈ സാധനം അതിപ്പോൾ കലത്തിലും ചെയ്യാമെന്ന് പറഞ്ഞത്. ഓക്കെ, കലത്തിനും ചെയ്യാം. പക്ഷെ കലത്തിനേക്കാളും പൈപ്പാണ് നമുക്ക് സൗകര്യമായിട്ട്. എലി കയറാതിരിക്കാൻ നമ്മൾ ഈ പൈപ്പ് കുടിക്കാത്തോട്ട് വെക്കുമ്പോൾ അതിന് ചുറ്റും കുറച്ച് പൊടി കല്ലില്ലേ, കല്ല് പഠിച്ച് നല്ലോണം ഉറപ്പിച്ചാൽ മതി. എലി അല്ല, നല്ല കല്ലില്ലേ, ചീള് കല്ല് സൈഡിൽ അങ്ങോട്ട് വെച്ചാൽ കല്ല് നല്ല ശക്തിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ കല്ല് കണ്ടിക്കുന്നില്ല. സാറ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. നമ്മള് അവയർനെസ് കൊടുത്താൽ തന്നെ പോരാ, നമുക്ക് കേരളത്തിലൊരു നിയമം തന്നെ അതിന് വരണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഗവൺമെന്റിലൊക്കെ എന്നതിലൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആൾക്കാർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ അതിന് ഒരു പരിധി വരെ നിയന്ത്രണം വരുത്തുവാനും നമുക്കത് നിരോധിക്കാനും സാധിക്കും. നമ്മുടെ അടുത്ത തലമുറ യാതൊന്നുമില്ലാത്ത രീതിയിലേക്കായി പോകും, മരുഭൂമിയിലായി പോകും. അവർ ഇങ്ങനെ വല്ലാണ്ട് ഈ രാസവളങ്ങളോ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് കൂട്ടായ്മയോടെ, അതൊക്കെയാണ് ഇത്തരം നമ്മുടെ മീറ്റിങ്ങുകളിൽ ചർച്ച ചെയ്യുന്നത്. അതിനൊരു പരിഹാരം എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ആലോചിച്ചാൽ ഉണ്ടാക്കാം. നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ പറ്റുന്ന മേഖലകളിൽ സ്വാധീനം ചെലുത്തുകയാണ്. ഇതിനെപ്പറ്റി പറഞ്ഞപ്പം പണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് അസുഖങ്ങൾ ഈ പിന്നെ ഒത്തിരി ചില ഏരിയകളിൽ കണ്ടമാനം അസുഖങ്ങൾ വന്നപ്പോൾ നമ്മുടെ അൽഫോൺസ് കണ്ണന്താനായിരുന്നു നമ്മുടെ MLA. അപ്പോൾ MLA ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. അപ്പോൾ ഈ മരുന്നുകൾ കണ്ടമാനം ഈ പ്രത്യേകിച്ചും ഈ എസ്റ്റേറ്റിൽ കൈതകൃഷി എസ്റ്റേറ്റ് 10-100 ഏക്കർ കൈതകൃഷിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കണ്ടമാനം ഇതുകൊണ്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ അൽഫോൺസ് കണ്ണന്താനം വിളിപ്പിച്ച് ഇതിനെപ്പറ്റി ഞങ്ങൾ പഠിപ്പിക്കാൻ ഞങ്ങൾ 3-4 പേര് ഇതിനെപ്പറ്റി നടത്തി. പിറ്റേ അന്നേരം ഓരോ മാസം ഒരു ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, MLA പങ്കെടുക്കുന്നുണ്ട്. അതിനകത്ത് വെച്ച് അവസാനം ഞാൻ നിരോധിച്ചു. കാരണം നിരോധിച്ചെന്ന് പറഞ്ഞാൽ കൈതകൃഷി നിരോധിച്ചു. കൈതകൃഷിക്ക് സബ്സിഡി കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. കൈതകൃഷിക്ക് ഈ കാരണം ഹെക്ടറിന് ഏതാണ്ട് 15,000 രൂപ സബ്സിഡി ഉണ്ടായിരുന്നു. ആ പരിപാടി ഞാനുള്ള 2 വർഷം ഞാൻ എൻ്റെ പഞ്ചായത്തിൽ കൊടുത്തിട്ടില്ല. ഹലോ